അവന്റെ പിന്നിലുള്ള കണ്ണീര്, അവന്റെ പിന്നിലുള്ള വിയർപ്പ്, അതിന്റെ പ്രയത്നം, ഒരു ജീവിതം മുഴുവൻ ഈ ഒരു മെഡലിന് വേണ്ടി അവർ വച്ചു എന്നുള്ള സത്യം നമ്മൾ അറിയുന്നില്ല. വിജയങ്ങൾ ഓരോന്നും നമ്മൾ ആ വിജയം മാത്രമേ സെലിബ്രേറ്റ് ചെയ്യുന്നുള്ളൂ. അവരുടെ അതിന്റെ പിന്നിലുള്ള കഷ്ടപ്പാടുകൾ, അവരുടെ ഡെഡിക്കേഷൻ, പ്രയത്നം, പെയിൻ, നോ പെയിൻ നോ ഗെയിൻ, അത് വളരെ വാസ്തവമാണ്. എന്തെങ്കിലും വിജയം പെയിൻ ഇല്ലാതെ, പ്രയത്നമില്ലാതെ കിട്ടുന്നെങ്കിൽ തീർച്ചയായും അതിന് യാതൊരു മാധുര്യവുമില്ല എന്നുള്ളതാണ് സത്യം. പ്രയത്നിച്ച് വിജയിക്കുക, അങ്ങനെ വിജയിച്ചവരാണ് അവർ. പക്ഷേ നമ്മളും പ്രയത്നിക്കുന്നില്ലേ? നമ്മൾ എന്തുകൊണ്ട് വിജയിക്കുന്നില്ല? നമ്മളും 100% ഇടുന്നില്ലേ? ഒരു കാര്യം അറിയാം, തോൽവി വിജയത്തിന്റെ ചവിട്ടുപടികളാണ്. ഓരോ വിജയിക്കും കുറേയധികം തോൽവിയുടെ കഥ പറയാനുണ്ട്. കേണൽ സാൻഡേഴ്സ് 65-ാമത്തെ വയസ്സിൽ അദ്ദേഹം വിജയിച്ചു ഓൺട്രപ്രണറായിട്ട്. അദ്ദേഹത്തിൻ്റെതായ ഒരു ചിക്കൻ റെസിപ്പിയും അദ്ദേഹം അലഞ്ഞു തിരിഞ്ഞു. 1009 റെസ്റ്റോറൻറ്റ്സ് റിജക്റ്റ് ചെയ്തു. അതാണ് ഇന്നത്തെ KFC. 65-ാമത്തെ വയസ്സ്. വാഹന നിർമ്മാതാവായ ഹെൻറി ഫോർഡ് 5 പ്രാവശ്യം അദ്ദേഹം പാപ്പരായി ജീവിതത്തിൽ. അത് കഴിഞ്ഞിട്ടാണ് വിജയിച്ചത്. ഇവരൊക്കെ വിളിച്ചു പറയുന്ന ഒരു സത്യം എന്താണ്? വിജയമല്ല, തോൽവിയിൽ നിന്ന് എണീക്കുകയാണ് പ്രധാനം. അൾട്ടിമേറ്റ്ലി യു വിൽ വിൻ. ഓരോ തോൽവിയിലും എണീക്കുക, അതാണ് പരമപ്രധാനം. അവിടെയാണ് നമ്മൾ വിജയത്തിലേക്കുള്ള നാന്ദി കുറിക്കുന്നത്. പറഞ്ഞു വന്നത്, തോൽവി കൊണ്ട് മനസ്സ് മടുക്കരുത് എന്നാണ്. നമുക്ക് ചുറ്റും എത്ര ഉദാഹരണങ്ങളാണല്ലേ? തോറ്റ് ഒടുവിൽ വിജയിക്കുന്നവർ. അവരെങ്ങനെ വിജയിക്കുന്നു? ഏതോ പ്രാവശ്യം അവരെങ്ങനെ ആ വീഴ്ചയിൽ നിന്ന് എണീക്കുന്നു? നെൽസൺ മണ്ടേല പറഞ്ഞതുപോലെ, വീഴുന്നതിലല്ല തോൽവി, വീണിട്ട് എണീക്കാതിരിക്കുന്നതിലാണ്. അപ്പോൾ തോൽവിയും വിജയത്തിനെ കുറിച്ചുള്ള അത്യാകാംക്ഷയും നമ്മളെ തളർത്താതിരിക്കട്ടെ. ഒരൊറ്റ ചിത്രം പോലും വിറ്റഴിക്കാത്ത വാൻഗോഗ് വരച്ചത് 800 ചിത്രങ്ങളാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം ഒരു ഫ്രണ്ടിന് കൊടുത്ത ഒരൊറ്റ ചിത്രം, അത് മാത്രമേ അദ്ദേഹം വിറ്റഴിച്ചിട്ടുള്ളൂ. അല്ലാതെ യാതൊരു ചിത്രങ്ങളും വിറ്റഴിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹം വരച്ചുകൊണ്ടേയിരുന്നു. കാരണം അത് അദ്ദേഹത്തിന്റെ പാഷനായിരുന്നു. അൾട്ടിമേറ്റ്ലി വിജയിക്കുമെന്ന് ഉറപ്പായിരുന്നു. 800 ലോക പ്രശസ്തമായ ചിത്രങ്ങൾ വാൻഗോഗ്. അപ്പൊ ഇവരൊക്കെയാണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യേണ്ടത്. തകർന്ന് അടിഞ്ഞവരാണ് കോടാനുകോടികൾ. അവരെ നമ്മൾ ആരും അറിയുന്നില്ല. പക്ഷെ ആ തകർച്ചയിലും വീണ്ടും ഫീനിക്സ് പക്ഷികളെ പോലെ ഉയർത്തെഴുന്നേറ്റ് വിജയത്തിന്റെ വെണ്ണിക്കൊടി പാർപ്പിച്ച കുറെ ജനങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അവരാകട്ടെ നമ്മുടെ മോട്ടിവേഷൻ. തോൽക്കാതിരിക്കാനായി യാതൊരു ഒറ്റമൂലിയുമില്ല. എന്നാൽ ഓരോ തോൽവിയിൽ നിന്നും എണീറ്റ് വീണ്ടും മുന്നേറാനും വിജയത്തിലെത്താനും ഉള്ള ഒറ്റമൂലി തീർച്ചയായിട്ടും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നു. JK റോളിംഗ്, അമ്മയുടെ മരണം തളർത്തിയ വിധവയായ ഒരു കുഞ്ഞിനെ പോറ്റേണ്ട ഗവൺമെന്റ് സബ്സിഡിയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ. അവരെഴുതിയ പുസ്തകവും കൊണ്ട് 12 പബ്ലിഷേഴ്സിനെ സമീപിച്ചു. 12 പേരും ആ പുസ്തകം വലിച്ചെറിഞ്ഞു. ആരാണ് തോറ്റത്? JK റോളിംഗ് അല്ല, 12 പബ്ലിഷേഴ്സും തോറ്റു. കാരണം അവർ വലിച്ചെറിഞ്ഞ കൃതിയായിരുന്നു ഹാരി പോട്ടേഴ്സ്. തോൽവി നമ്മളല്ല ഏറ്റുവാങ്ങേണ്ടത്, തോൽവി നമ്മളെ തോൽപ്പിക്കുന്നവരാണ് ഏറ്റുവാങ്ങേണ്ടത് എന്നുള്ള ചിന്ത വേണം നമ്മളെ ബൂസ്റ്റപ്പ് ചെയ്യാൻ. ഓരോ തോൽവിയിൽ നിന്നും എങ്ങനെയാണ് നമ്മൾ എണീക്കേണ്ടത്? എന്താണ് ഈ പറഞ്ഞ വിജയികളുടെ പിന്നിലുള്ള ആ ശക്തി? പരമപ്രധാനമായി ഗോൾ. അവരെന്ത് നേടണം, അതിലേക്കുള്ള ഒരു അദമ്യമായ ആഗ്രഹം അവരിൽ ഉണ്ടായിരുന്നു. ബിക്കം എ പാഷൻ ടു റീച്ച് ദെയർ, അല്ലേ? അതാണ് വാൻഗോഗ് 800 ചിത്രങ്ങൾ വരച്ചത്. ആരും വാങ്ങാനില്ല, പക്ഷെ അയാൾ വരച്ചുകൊണ്ടേയിരുന്നു. അതവിടെ പാഷനാണ്. പാഷനായിട്ട് തീർച്ചയായിട്ടും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല. ബിക്കോസ് വി ആർ ഡൂയിങ് ഫോർ അവർ സാറ്റിസ്ഫാക്ഷൻ. ഈ പ്രയത്നങ്ങളെല്ലാം എനിക്ക് വേണ്ടി, ഇത് ലോകത്തിനെ കാണിക്കാൻ വേണ്ടിയല്ല. അപ്പൊ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടി തന്നെയാണ് പ്രയത്നിക്കുന്നത്. അൾട്ടിമേറ്റ്ലി ആ ഗോളിൽ നമ്മൾ എത്തുന്നു. ആ ഗോൾ വിസിബിൾ ആകണം. നമ്മൾ എന്തിലേക്കാണോ പ്രയത്നിക്കുന്നത് ആ ഗോളിന് എപ്പോഴും നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. 1. 2, എഴുതി വെക്കുക. എന്താണ് ഗോൾ? ഇതാണ് എൻ്റെ ഈ കോമ്പറ്റീഷൻ എക്സാമിനേഷനാണ് എൻ്റെ ഗോൾ. ഇവിടെയാണ് എനിക്ക് എത്തിച്ചേരുന്നത്. ഇതാണ് എൻ്റെ ഗോൾ. നമ്മൾ കാണുന്നിടത്തൊക്കെ, നമ്മുടെ ബുക്കിൽ, നമ്മുടെ റൂമിൽ അത് എഴുതി വെക്കുക. ആ ഗോൾ നമ്മളെ നിരന്തരം ഓർമ്മിച്ചുകൊണ്ടിരിക്കും. ഗെറ്റ് അപ്പ് മാൻ, സ്റ്റാർട്ട് ദ എഫേർട്ട് അഗെയിൻ. വീഴരുത്, തളരരുത്, വീണ്ടും പ്രയത്നിക്കുക. അടുത്തത് ആറ്റിറ്റ്യൂഡ്. ജയിക്കാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, ആ കില്ലിംഗ് സ്പിരിറ്റ് നമ്മൾ ഉണ്ടാക്കണം. ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ്. എന്ത് വന്നാലും ഞാൻ തളരില്ല എന്നുള്ള ഒരു സ്വയം ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നെ ആ വേറെ ആർക്കും നമ്മൾ തോൽപ്പിക്കാൻ പറ്റത്തില്ല. നമ്മളെ തോൽപ്പിക്കുന്നത് ആദ്യവും അന്ത്യവുമായി നമ്മൾ തന്നെയാണ്.
നമ്മൾ തന്നെയാണ് നമ്മളെ വിജയിപ്പിക്കുന്നതും തോൽപ്പിക്കുന്നതും. നമ്മളെ വിജയിച്ചു കഴിഞ്ഞാൽ, ഇഫ് യു വിൻ ഓവർ യുവർ സെൽഫ് ദെൻ നോബഡി ക്യാൻ ബീറ്റ് യു എന്നാണ്. നിങ്ങളെ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. എപ്പോഴും നമ്മുടെ പിന്നിൽ ഒരു പിൻവിളി ഉണ്ടല്ലേ, വേണോ, അതെനിക്ക് പറ്റുമോ എന്നുള്ള ഒരു പിൻവിളി. ആ പിൻവിളിയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ദർ ഇസ് നോ പോയിന്റ് ഓഫ് ടേണിംഗ് ബാക്ക്. അടുത്തതായി ഷാർപ്പനിങ് യുവർ കോമ്പറ്റൻസ്. അതായത് നിങ്ങളുടെ വാളുകൾ, നിങ്ങളുടെ ആയുധങ്ങളെല്ലാം മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുക. ആയുധങ്ങൾ എപ്പോഴാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയത്തില്ല. എത്ര കാലമാണ് ഈ ബാറ്റിൽ എത്ര കാലം നീളുമെന്ന് നിങ്ങൾക്കറിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും ആയുധങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ടെക്നോളജി ഈസ് ഗെറ്റിംഗ് ഒബ്സൊലീറ്റ് ഡേ ബൈ ഡേ അല്ലേ. ഇന്നത്തെ ടെക്നോളജി നാളെ പഴഞ്ചനാകും. തീർച്ചയായിട്ടും നിങ്ങളുടെ നോളജ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് അൾട്ടിമേറ്റ്ലി വിജയിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഡിസ്ട്രാക്ഷൻസ് എല്ലാം ഒഴിവാക്കുക. ലക്ഷ്യം മാത്രം കാണുക, ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കുക. ആ ചെയ്യുന്ന ജോലി നമ്മുടെ പാഷനായിട്ട് എടുക്കുക, ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കുക. പവർ ഓഫ് ചോയ്സ് എന്നൊരു കാര്യമുണ്ട് ജീവിതത്തിൽ. കാരണം ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ഓരോ വഴിത്തിരിവിലും നമുക്കൊരു പവർ ഓഫ് ചോയ്സ് ഉണ്ട്, ഒരു ചോയ്സിൻ്റെ പവറുണ്ട്. വെദർ ടു ഗോ ലെഫ്റ്റ് ഓർ റൈറ്റ് ഓർ സ്ട്രേറ്റ്. ആ പാത ഏതാണ് പിന്തുടരേണ്ടത്, ഏതാണ് സെലക്ട് ചെയ്യേണ്ടതെന്നുള്ള ഒരു ചോയ്സ് നമുക്കാണ് തന്നിരിക്കുന്നത്. ആ ഒരു കഴിവിനെ നമ്മൾ പരമാവധി ഉപയോഗിക്കുക. ഓരോ ഘട്ടത്തിലും എങ്ങോട്ടാണ് തിരിയേണ്ടത് എന്നറിയണമെങ്കിൽ ആ ലക്ഷ്യം, ഈ പാത എവിടെയാണ് എത്തിച്ചേരുന്നതെന്നും ആ ലക്ഷ്യം ഏതാണെന്നും നമ്മൾ അറിയണം അല്ലേ. ലക്ഷ്യമാണ് പരമപ്രധാനം. പാതകൾ ഏത് വഴിയും സെലക്ട് ചെയ്യാം. ജീവിതത്തിൽ ഡു ഓർ ഡൈ ഉണ്ട്, പക്ഷേ ട്രൈ ഇല്ല. ആ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ഞാൻ ഒന്ന് ട്രൈ നോക്കട്ടെ, അല്ലെങ്കിൽ ആ ഒരു ജോലിക്ക് വേണ്ടി ഞാൻ ഒന്ന് ട്രൈ നോക്കട്ടെ. എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടായാലും ഞാൻ ട്രൈ ചെയ്യട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പരാജയം നിങ്ങൾ ആൾറെഡി സമ്മതിച്ചു കഴിഞ്ഞു. ആദ്യം പറഞ്ഞ പോലെ യു ഷുഡ് വിൻ യുവർ സെൽഫ് ഫസ്റ്റ്. അവിടെ നിങ്ങളുടെ കോൺഫിഡൻസ് ഇല്ലായ്മയാണ് കാണിക്കുന്നത്. ഞാൻ ഒന്ന് ട്രൈ ചെയ്യട്ടെ, അപ്പോൾ തന്നെ നിങ്ങൾ പകുതി പരാജയം സമ്മതിച്ചു കഴിഞ്ഞു. അപ്പോൾ ഒരിക്കലും ട്രൈ ചെയ്യരുത്, ഡു ഇറ്റ്. അവിടെയാണ് വിജയത്തിൻ്റെ ഒരു മാന്ത്രിക വിരലുകൾ നിങ്ങളെ തഴുകുന്നത്. അപ്പോൾ പരാജയങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാനുള്ള ഒറ്റമൂലിയിൽ 3 എണ്ണം നമ്മൾ വിവരിച്ചു. ഒന്ന് ഗോൾ, പിന്നെ ആറ്റിറ്റ്യൂഡ്, പിന്നെ ഷാർപ്പനിങ് ദ കോമ്പറ്റൻസ്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് സെൽഫ് കെയർ. ഒരു വിജയത്തിലേക്ക് നമ്മളെ തന്നെ ഒരുക്കിയെടുക്കുക. അവിടെയാണ് സെൽഫ് കെയർ എന്നുള്ള രീതിയിൽ പറഞ്ഞു വരുന്നത്. ഒരു വിജയത്തിന് അനുസൃതമായിട്ട് നമ്മളെ അവിടെ സ്യൂട്ടബിൾ ആക്കുകയാണ് നമ്മൾ. അവിടെ വിജയശ്രീലാളിതനായിട്ട് നിൽക്കാൻ നമ്മളെ കൂടെ ഒരുക്കണം. വറീസ് അത് മാറ്റുക. കാരണം നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ നമ്മൾ വിജയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും വറീസ് മാറ്റുക. ദുരന്തങ്ങളാണ് നമ്മൾ മുന്നിൽ കാണുന്നത് എപ്പോഴും അല്ലേ. മാർക്ക് ട്വൈൻ പറഞ്ഞിട്ടുണ്ട്, വളരെയധികം ദുരന്തങ്ങൾ ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്, പക്ഷേ ഒന്നും സംഭവിച്ചിട്ടില്ല. കാരണം പുള്ളി ഭാവനയിലാണ് ഈ ദുരന്തങ്ങൾ കണ്ടത്, ജീവിതത്തിൽ അതൊന്നും സംഭവിച്ചിട്ടില്ല. അത് തന്നെയാണ് നമ്മൾ ഓരോരുത്തരുടെയും അനുഭവം അല്ലേ. പല കാര്യങ്ങളും നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നു, എല്ലാം നെഗറ്റീവായിട്ടാണ്. പക്ഷെ ഇതൊന്നും ജീവിതത്തിൽ സംഭവിക്കുന്നില്ല വാസ്തവത്തിൽ. പക്ഷെ നമ്മൾ ചിന്തിച്ചു കൂട്ടുന്ന ആ ഒരു നെഗറ്റിവിറ്റി നമ്മളിൽ അടിഞ്ഞുകൂടുന്നു. അവ തന്നെയാണ് നമ്മുടെ പരാജയങ്ങൾക്ക് വളക്കൂറുള്ള മണ്ണാകുന്നത്. നിങ്ങളുടെ ലക്ഷ്യം എന്തോ ആയിക്കോട്ടെ, പക്ഷേ വിജയത്തിലെത്തുന്നത് വരെ നിരന്തരം പ്രയത്നിക്കുക. തോൽവി നിങ്ങളെ ഒരിക്കലും തളർത്താതിരിക്കുക. അവിടെയാണ് നിങ്ങൾ വിജയിക്കുന്നത്. അഡ്വേഴ്സ് ആയിട്ടുള്ള കണ്ടീഷൻ പോലും വിജയത്തിന് വേണ്ടി നിരന്തരം പ്രയത്നിക്കുന്നതിനൊരു വേർഡുണ്ട് ഇംഗ്ലീഷിൽ, പെർസിവറൻസ്. പെർസിവറൻസിൻ്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് തോമസ് എഡിസൺ. എ ഡിഫിക്കൽട്ട് ചൈൽഡ്, അൺടീച്ചബിൾ ചൈൽഡ് എന്ന് പറഞ്ഞുകൊണ്ട് സ്കൂളിൽ നിന്ന് പുറത്താക്കിയ ഒരു വിദ്യാർത്ഥിയാണ് അദ്ദേഹം. 1000-ലധികം കണ്ടുപിടുത്തങ്ങൾ നടത്തി പേറ്റന്റ് എടുത്തിയ അദ്ദേഹത്തിന് എത്ര തോൽവികളായിരിക്കും അനുഭവിച്ചിട്ടുണ്ടാകുക. പക്ഷേ ആറ്റിറ്റ്യൂഡ്, എപ്പോഴും പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ് അദ്ദേഹം കൊണ്ടു നടന്നത്. ഉദാഹരണത്തിന് ഒരു ബൾബ് ഉണ്ടാക്കാൻ 1000-ലധികം പ്രാവശ്യം അദ്ദേഹം തോറ്റു. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ അങ്ങനെയല്ല അത് വർണ്ണിച്ചിട്ടുള്ളത്. 1000-ലധികം പ്രാവശ്യം എങ്ങനെ ഒരു ബൾബ് ഉണ്ടാക്കരുത് എന്ന് ഞാൻ പഠിച്ചു. ആ തോൽവിയിലും അദ്ദേഹം പഠിക്കുകയാണ് ചെയ്തത്. ചുമ്മാതാണോ 1000-ലധികം കണ്ടുപിടുത്തങ്ങൾ. അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളിൽ 1% ഇൻസ്പിറേഷനും 99% പേഴ്സ്പിറേഷനുമായിരുന്നു അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ ഉള്ള ശക്തി. 1% ഇൻസ്പിറേഷനും 99% വിയർപ്പും പ്രയത്നവും. ഇനിയൊരു കാര്യം, ഈ പെർസിവറൻസ്, നമ്മൾ ഈ ദുരന്തങ്ങളോ ഈ പരാജയങ്ങളോ നമ്മളെ തളർത്തില്ല എന്നും വീണ്ടും നമ്മൾ അതിലേക്ക് പ്രയത്നിക്കും എന്നും വിജയത്തിലെത്തുന്നത് വരെയും നമ്മൾ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ
ജീവിതത്തിൽ പിന്നെ ഒരിക്കലും നമുക്ക് പരാജയത്തിന്റെ കയ്പുനീർ അനുഭവിക്കേണ്ടി വരില്ല. അത് ജീവിതത്തിന്റെ നമ്മുടെ ഹാബിറ്റിന്റെ ഭാഗമായി മാറും. ഉദാഹരണത്തിന് വാൾട്ട് ഡിസ്നി കൻസാസ് സിറ്റി സ്റ്റാർ എന്നുള്ള പത്രത്തിലെ കാർട്ടൂണിസ്റ്റ് ആയിട്ടാണ് അദ്ദേഹം ജോയിൻ ചെയ്തത് തുടക്കത്തിൽ. ആ പത്രമൊക്കെ വാൾട്ട് ഡിസ്നി പുറത്താക്കി. കാരണം എന്താണെന്നോ, ഇമാജിനേഷൻ ഇല്ല, പുതിയ പുതിയ ഐഡിയകൾ ഈ കാർട്ടൂണിസ്റ്റിന് ഇല്ല. വാൾട്ട് ഡിസ്നിയാണ് പറഞ്ഞത്, അദ്ദേഹത്തിനെ പുറത്താക്കി. പക്ഷേ കാലത്തിന്റെ കാവ്യനീതി എന്ന് പറയുന്നത് പോലെ ഒടുവിൽ ഈ കൻസാസ് സിറ്റി സ്റ്റാർസ് അദ്ദേഹം വിലയ്ക്ക് വാങ്ങി. പെർസവറേഷൻ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗമായി തന്നെ ഇരുന്നു. ഒരു കാര്യം നമ്മൾ പ്രൊപ്പോസ് ചെയ്യാണ്, ഒരു ബിസിനസ് പ്രൊപ്പോസ് ചെയ്യാണ്, എത്ര പ്രാവശ്യം നമ്മൾ ഒരാളടുത്ത് പോകും? ഒരു പ്രാവശ്യം, 2 പ്രാവശ്യം, 3 പ്രാവശ്യം, പിന്നെ നമ്മൾ വേറെ നോക്കുമല്ലേ. 16 വർഷമാണ് വാൾട്ട് ഡിസ്നി അറ്റ്ലാന്റിക് സമുദ്രം കടന്ന് ഇംഗ്ലണ്ടിലേക്ക് വന്നത്. 16 വർഷം. പമേല ട്രാവേഴ്സിന്റെ മേരി പോപ്പിൻസ് എന്ന കഥ സിനിമയാക്കാൻ വേണ്ടിയിട്ട് 16 വർഷം ഈ ട്രാവേഴ്സിനെ വന്ന് കണ്ടു. 16ാമത്തെ വർഷം ഇദ്ദേഹത്തിന്റെ ഡെഡിക്കേഷൻ കണ്ട് മാത്രം ട്രാവേഴ്സ് സമ്മതിക്കുകയായിരുന്നു. ഒരു നീർച്ചാല് ഒഴുകി 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 ഒരു പാറയുടെ ഷേപ്പ് തന്നെ മാറ്റുന്നു അല്ലേ. എത്ര കഠിനമായ പാറയാണ് ആ സ്മൂത്ത്നെസ് കൊണ്ടുവരുന്നത്. കാലാകാലങ്ങൾ ഒഴുകി. അങ്ങനെ തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കാമെന്നാണ് പ്രകൃതി തന്നെ നമ്മെ പഠിപ്പിക്കുന്നത്. മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞതുപോലെ, നിങ്ങൾക്ക് പറക്കാനായില്ലെങ്കിൽ നിങ്ങൾ ഓടുക, നിങ്ങൾക്ക് ഓടാനായില്ലെങ്കിൽ നിങ്ങൾ നടക്കുക, നിങ്ങൾക്ക് നടക്കാനായില്ലെങ്കിൽ നിങ്ങൾ ഇഴയുക, എങ്ങനെയും നിങ്ങൾ മുന്നോട്ട് നീങ്ങുക എന്നുള്ളതാണ് പ്രധാനം. അവിടെയാണ് വിജയം. അബ്ദുൽ കലാം സാറും പഠിപ്പിച്ചത് അഗ്നിച്ചിറകുകളിലൂടെ നമ്മൾ വിജയത്തിലേക്ക് പറന്നിറങ്ങണമെന്നാണ് അല്ലേ. നമ്മുടെ സ്വപ്നങ്ങൾ സ്വപ്നങ്ങളാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അഗ്നിച്ചിറകുകൾ ഉണ്ടാകട്ടെ. നമ്മൾ ഒരിക്കലും തളരാതിരിക്കട്ടെ. നമ്മൾ വിജയത്തിലേക്ക് കുതിച്ചു മുന്നേറട്ടെ. നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരട്ടെ. അതിനായി നമുക്ക് പ്രയത്നിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ടേക്ക് കെയർ. ഓൾ ദി വെരി ബെസ്റ്റ്.